ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു എൻവലപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ ഷീറ്റിൽ ഒരു സ്ക്വയർ ഷീറ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം. സൈസ് നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് സെൻറ്റിമീറ്റർ എടുത്തിട്ട് നിങ്ങൾ സ്ക്വയർ ഷീറ്റ് മുറിച്ച് വെക്കുക. അതിനുശേഷം ഇവിടെ നോക്കി ഞാൻ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹാഫായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടുന്ന പോലെ ഫോൾഡ് ചെയ്യുക. അടുത്ത സൈഡും അതുപോലെ ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഇത് ഫോൾഡ് ചെയ്ത ശേഷം ഇപ്പോൾ കാണുന്ന പോലെ നടുഭാഗത്തോട്ടാക്കി ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. ഈ ഫോൾഡുകളെല്ലാം ഒരേ വലുപ്പത്തിലാണ് ചെയ്യുന്നത്. ഇനി പക്ഷേ അടുത്തത് നോക്കിയേ, പകുതിക്ക് വെച്ചിട്ട് ഏറ്റവും ടോപ്പിൽ വരുന്ന ലൈൻ കണ്ടോ, അതിൽ മുട്ടുന്ന രീതിയിൽ വേണം കുറച്ചുകൂടി എടുത്തിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ഇത് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണോ ഞാൻ ഫോൾഡ് ചെയ്യുന്നത് അത് റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ വീണ്ടും മടക്കി കൊടുക്കുക. ഇത് മടക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി ഇതൊരു എന്താ പറയുക, എന്തെങ്കിലും ഗ്ലൂ അത് ഉപയോഗിച്ചോ ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഹോൾഡ് ചെയ്തിരുന്നോളും. പിന്നെ നിങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൂ ലാസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വച്ച ശേഷം വേണമെങ്കിൽ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഗ്ലൂ ചെയ്ത് കൊടുത്തായിരുന്നു, കാരണം ഭയങ്കര കട്ടിയുള്ള പേപ്പറായതുകൊണ്ട്. അതിനുശേഷം ഇതുപോലെ കിട്ടും. അപ്പം ഞാൻ ഇനി അതിൻ്റെ ഉള്ളിലൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ടൂലിപ്സ് വരച്ച് കൊടുക്കുവാണേ. എല്ലാം കഴിഞ്ഞ ശേഷം ഇതായിരുന്നു റിസൾട്ട്. ഇതുപോലെയാണ് എൻവലപ്പ് കിട്ടിയത്. ഇതേപോലത്തെ 2 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെയും കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ. ഈ 2 നമുക്ക് ബർത്ത്ഡേ കാർഡ്സായിട്ടോ വെഡിങ് ആനിവേഴ്സറി കാർഡ്സിനോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു എൻവലപ്പായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.